ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കുടന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയുടെ ഇന്നത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാ ദിവസവും പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് എത്തുന്നുണ്ട്. അതുപോലെ നമ്മൾ വൈകിട്ട് 9 മണിക്ക് നമ്മുടെ മഴ തോരും മുമ്പേ എന്ന കഥയുടെ പ്രമോ വിശേഷം ഉണ്ടെന്നുണ്ട്. അലീനയുടെയും മനുവിൻ്റെ കഥയാണ്. അതും കൂടെ കയറി കാണാൻ നിങ്ങൾ മറക്കരുത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ടൈമിൽ അല്പം വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് കാറ്റത്തെ കിളിക്കൂടും, വൈകിട്ട് 9 മണിക്ക് മഴ തോരും മുൻപ് എന്ന പരമ്പരയുടെ പ്രമോ വിശേഷമാണ് ഇടുന്നത്. അപ്പം നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നിധിയുടെയും സുഭാഷിൻ്റെയും ജീവിതത്തിൽ വലിയൊരു സംഭവം തന്നെയാണ് നടക്കുന്നത് കേട്ടോ. അങ്ങനെ നിധിയെ അന്വേഷിച്ച് വന്ന രാജീവനെ, അല്ലെങ്കിൽ നിധിയുടെ അച്ഛനെ സ്നേഹപൂർവ്വം ആർഭാടത്തോടു കൂടി ഒരു സ്വീകരണം കൊടുക്കുന്ന സുഭാഷിനെയും സുഭാഷിനെയും നിധിയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇതിനിടയിൽ നിധിയോട് ചോദിക്കുന്നുണ്ട്, മോളെ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ടല്ലോ, എനിക്കിവിടെ സുഖവച്ച എനിക്ക് എത്രത്തോളം സംരക്ഷണമാണ് സുഭാഷേട്ടനും അവരൊക്കെ ഒരുക്കുന്നത് എന്ന് എനിക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ രാജീവൻ ആ വിഷയത്തിൽ നിന്ന് വിടുകയാട്ടോ. കാരണം അത്രത്തോളം തൃപ്തിയായിട്ടാണ് നിധി ഇവിടെ താമസിക്കുന്നത്. ഇനി അവളോട് ഇവരുടെ കുറ്റമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ പ്ലാനുകളെല്ലാം പൊളിയുമെന്ന് രാജീവന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഭാസ്കറിൻ്റെ അതിലൊരു പാട്ടൊക്കെ പാടി വരികയാണ്. പെട്ടെന്ന് ഭാസ്കറിൻ്റെ അടുക്കിലേക്ക് രാജീവൻ ചെല്ലുന്നു. രാജീവനോട് ഈ സമയത്ത് രാജീവൻ്റെ ചെന്നിട്ട് നമ്മുടെ ഭാസ്കറിന് ഇരിക്കുന്ന കട്ടിലിൽ തന്നെ ചെന്ന് ഇരിക്കുകയാണ്. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഭാസ്കരൻ ചോദിക്കുകയാണ്, അതല്ലേ എനിക്കൊരു സംശയം, നിങ്ങൾക്ക് ഇത്രയും വേഗത്തിൽ ഈ മനംമാറ്റം ഉണ്ടാകാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാജീവൻ ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എനിക്ക് ഇതൊന്നും അങ്ങ് പിടിക്കുന്നില്ല, എനിക്ക് ദഹിക്കുന്നില്ല എന്ന് ഭാസ്കരൻ പറയാം. അപ്പോൾ പെട്ടെന്ന് രാജീവൻ പറയാണ്, അതിനെന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കണ്ടേ. രാജീവൻ പറയാണ്, എന്തായാലും സംഭവിക്കാനൊക്കെ സംഭവിച്ചു. നമ്മൾ പിണക്കവും വഴക്കുമൊക്കെ ആയിട്ട് ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും എൻ്റെ മോളല്ലേ അവളെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതങ്ങ് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ഭാസ്കരനങ്ങ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അതിനുശേഷം രാജീവനോട് ഭാസ്കരൻ ചോദിക്കുക, അതല്ല നിങ്ങൾക്ക് എന്താണ് ജോലി എന്ന് ചോദിക്കുകയാണ്. അപ്പം സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭാസ്കരൻ നിർത്തുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു എപ്പിസോഡാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ അന്നേരം രാജീവൻ പറഞ്ഞു, എനിക്ക് ബിസിനസ്സാണ് എന്ന് പറയാണ്. നിങ്ങൾ വലിയ വലിയ ബിസിനസ്സുകാരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ കളിയാക്കി ചെയ്യും. വിശേഷാന്വേഷണമൊക്കെ ഭാസ്കരൻ നടത്തുന്നതിനിടയിൽ രാജീവൻ തിരിച്ച് ഭാസ്കരനോട് ചോദിക്കുക, നമുക്കെന്താണ് ബിസിനസ്, എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ എനിക്കും ബിസിനസ്സൊക്കെ ആയിരുന്നു എന്ന് പറയാണ്. എന്ത് ബിസിനസ്? ലോറി ബിസിനസ് ആയിരുന്നു എന്ന് പറയാണ്. അപ്പോൾ പെട്ടെന്ന് രാജീവൻ ചോദിച്ചു, ലോറി ബിസിനസ്, അപ്പോൾ ഈ എന്താണ് ലോറിയൊക്കെ മേടിച്ച് വിൽപ്പന നടത്തുകയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം പറയുകയാണ് ഭാസ്കരൻ, അതൊന്നുമല്ല, എനിക്ക് 2-3 ലോറി ഉണ്ടായിരുന്നു, ഇപ്പോൾ നിലവിൽ ലോറിയൊന്നുമില്ല, അതായിരുന്നു എൻ്റെ ബിസിനസ് എന്ന് പറയുകയാണ്. ഞാൻ ഡ്രൈവറായിരുന്നു, ഹെവി വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് മാസങ്ങളോളം മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടെ വാഹനം ഓടിക്കുന്നൊരു വ്യക്തിയായിരുന്നു. 3 വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇതിനിടയിലായിരുന്നു എനിക്ക് സന്തോഷകരമാകുന്ന ജീവിതം, ആവശ്യത്തിന് കാശും സമ്പത്തും ഒക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത്. ഇതിനിടയിൽ വിവാഹം നടന്നു. എൻ്റെ ഭാര്യനെയൊക്കെ പൊന്നുപോലെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ ഭാര്യ മരിച്ചു. പക്ഷെങ്കിൽ ഭാര്യയുടെ മരണത്തോടു കൂടി എൻ്റെ ലോറികളൊക്കെ എനിക്ക് നഷ്ടമായി, ഞാൻ ജയിലിൽ പോകേണ്ടി വന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് രാജീവൻ അറിയാം, എങ്കിലും ഭാസ്കരൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞത് ഞാൻ കൊന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ജയിലിൽ നിന്ന് ഞാൻ തിരിച്ചിറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാം നഷ്ടമായിരുന്നു എന്നൊക്കെ ലാഘവത്തോടു കൂടി പറയുന്ന ഭാസ്കരനെയാണ് കാണുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് അകത്ത് നമ്മുടെ രാജീവിന് വേണ്ടി സദ്യ ഒരുക്കുന്ന നിധിയെയും സുഭാഷിനെയും നികേഷിനെയൊക്കെയാണ്. അപ്പോൾ സുഭാഷ് എന്ന് ചോദിക്കുകയാണ്, നീ സുധീഷിനെ വിളിച്ചായിരുന്നോ? ഇവർ ഇത്ര സമയമായിട്ട് വരുന്നില്ലല്ലോ എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ നികേഷ് ഫോൺ എടുത്ത് സുധീഷിനെ വിളിക്കുന്നു. സുധീഷിനോട് പറയാണ്, വേഗത്തിൽ ഇവിടെ വരെ വരണം, ഗസ്റ്റുകളുണ്ട് എന്ന് പറയും കേട്ടോ. അത്രയും പറഞ്ഞങ്ങ് നടത്തുക. അപ്പോൾ ആരാണ് എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരവൊന്നും പറയുന്നില്ല, വേഗത്തിൽ വന്നാൽ മതി എന്ന് പറയാണ്. അപ്പോൾ ആരാണെന്നോ എന്താണെന്നൊന്നും പറയാതെ നികേഷ് ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം പാചകത്തിൽ സഹായിക്കുന്ന ഒരംഗമാണ്. ഇതിനിടയിൽ പെട്ടെന്ന് സുഭാഷ് ചോദിക്കുകയാണ്, അച്ഛൻ എന്തെടുക്കുവാണ് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അച്ഛനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നികേഷ്, എൻ്റെ പൊന്നെ എന്നാൽ ഏട്ടത്തി അങ്ങോട്ട് ചെല്ലുക, അല്ലെങ്കിൽ മൊത്തം വിഷയമാകുമെന്ന് പറയാണ്. അപ്പോൾ പുറത്ത് നല്ല തള്ളിൻ്റെ ഒരു ശബ്ദം നമുക്ക് കേൾക്കാട്ടോ. അല്ലെങ്കിൽ നമ്മുടെ
ഭാസ്കരൻ തള്ളിമറിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് പെട്ടെന്ന് സുഭാഷ് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നിട്ട് രാജീവനോട് പറയണം, അകത്ത് കയറിയിരിക്കാം, ഇത്രയും സമയമായില്ലേ, ഇവിടെ ഇരുന്ന് എന്തിനാണ് ഈ കൊതുകടി കൊള്ളുന്ന ഈ മഞ്ഞ തണുപ്പൊക്കെ കൊള്ളുന്ന, അകത്തിരിക്കാൻ പറയാണ്. സാരമില്ല എന്ന് രാജീവൻ പറഞ്ഞു. എന്നാലും അകത്ത് വന്നിരിക്കാം എന്ന് പറഞ്ഞ് രാജീവിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അതിനിടയിൽ രാജീവൻ്റെ മനസ്സിൽ മുഴുവൻ എങ്ങനെയെങ്കിലും ഈ കുടുംബം ചിന്നാഭിന്നമാക്കി നിധിയെ കൊണ്ട് അവിടുന്ന് കൊണ്ടുപോകുക എന്നൊറ്റ ലക്ഷ്യത്തോടു കൂടി നിൽക്കുന്നതുകൊണ്ട് എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു അനുഭവത്തിൽ അനുസരിക്കുന്ന ഒരു അനുസരണയുള്ളവനായിട്ടാണ് രാജീവൻ അവിടെ നിൽക്കുന്നത്. അതിനുശേഷം പെട്ടെന്ന് ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളായി മണിക്കൂറുകളായി. അപ്പം നമ്മുടെ രാജീവൻ അവിടെ വന്നിട്ടുണ്ടോ, ആഹാരം കഴിക്കാനുള്ള തയ്യാറെടുപ്പുകളായി ഇങ്ങനെ ആഹാരം സുഭാഷ് കൊണ്ട് വിളമ്പി വെക്കുകട്ടെ. വിളമ്പി വെക്കുന്ന സമയത്ത് രാജീവിന് വേണ്ടി മാത്രം അവിടെ ഇരുന്നൊരു ഒരു ചെറിയ ടേബിൾ നീക്കി വെച്ച് അതിൽ ആഹാരം വിളമ്പാൻ ശ്രമിക്കുക കേട്ടോ. ഈ സമയത്ത് പെട്ടെന്ന് ചോദിക്കുക, അപ്പം നിങ്ങളൊക്കെ എവിടെയായിരിക്കുന്നത് രാജീവ് ചോദിക്കുക. അന്നേരം സുഭാഷ് പറയും, ഞങ്ങളെല്ലാം താഴെയാണ്, നിലത്താണ് ഇരിക്കുന്നത് എന്ന് പറയും. എന്നാൽ പിന്നെ ഞാനും നിലത്തിരുന്നാൽ പോരെ, ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ആ സ്റ്റൂൾ മാറ്റുകയും എല്ലാവരോടും വന്ന് ഇരിക്കാൻ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് നിലത്തിരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ സുഭാഷ് ഒരു പാ കൊണ്ട് വിരിക്കുകയും അതിൽ ഇരിക്കുന്ന ആഹാരം കഴിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്ത് ബാക്കി എല്ലാവരും എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കഴിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെല്ലാം കഴിച്ചോളാം സാറ് കഴിച്ചോളാം സുഭാഷ് പറയുന്നു. അപ്പം അച്ഛൻ്റെ കാര്യം ചോദിക്കും. അപ്പം ഈ അച്ഛൻ്റെ കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ ആ വെളിയിലിരുന്നാണ് ആഹാരം കഴിക്കുമെന്ന് പറയും. അപ്പോൾ ഇതെല്ലാം മനസ്സിലിങ്ങനെ നമ്മുടെ രാജീവൻ്റെ മനസ്സിൽ ഇതെല്ലാം ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നമ്മൾ എപ്പിസോഡിൽ കാണുന്നതിന് ശേഷം ഈ സമയത്ത് സുധീഷിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. അപ്പോൾ സുധീഷ് ജോലിക്ക് പോയിരിക്കുകയാണ്, ഉടനെ വരും എന്ന് പറയുന്നു. ആ സുധീഷിനെ ഞാൻ കണ്ടിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് ചോദിക്കുക, എപ്പോൾ കണ്ടിരുന്നു? അന്നേരം സുഭാഷ് ഇത് അറിയുന്നില്ല കേട്ടോ. ഈ തലേ ദിവസം ഈ വെല്ലുവിളിച്ചതും അതുപോലെ നിധിയോട് പറഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ സുധീഷും രാജീവും തമ്മിൽ കണ്ടുമുട്ടിയ കാര്യങ്ങളൊന്നും സുഭാഷ് അറിയുന്നില്ല. സുഭാഷിനോട് പറയുകയാണ്, സുഭാഷിനോടും നിധിയോടും എല്ലാവരോടുമായിട്ട് പറയുകയാണ്, ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ടായത്. സുഹൃത്തിനെ കാണാൻ വന്നപ്പം ആ സുഹൃത്തിൻ്റെ വാഹനം ഓടിക്കുന്നത് മിക്കപ്പോഴും വാഹനം ഓടിക്കുന്നത് സുധീഷായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാഹനത്തിൽ കയറിയപ്പോൾ സുധീഷ് വാഹനം ഓടിക്കുന്നത് കണ്ട് അതിനുശേഷം എൻ്റെ കൂട്ടുകാരൻ ഇറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങളിങ്ങനെ പോന്നായിരുന്നു എന്ന് പറയണം. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് പേടിയോട് കൂടി ചോദിക്കുകയാണോ, അവൻ എന്തെങ്കിലും ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞോ സാറെന്ന് ചോദിക്കുക. അവൻ ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞില്ല, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമോ എന്നൊക്കെ ചോദിക്കുകയാണോ. എന്തായാലും സുധീഷിൻ്റെ കാര്യം എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം അവൻ ഈ രാത്രിയിലൊന്നോ പകലൊന്നോ ഇല്ലാതെ ഈ ജോലി ചെയ്യല്ലേ എന്നൊക്കെ ഓർത്ത് പിന്നെ നിധിയെ ഒന്ന് കാണാമെന്ന് ഓർത്താണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ചാപ്റ്റർ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് സുധീഷിൻ്റെ വാഹനം വരികയാണ്. സുധീഷ് വരുന്ന വഴിക്ക് ഹരീഷിനെയുമായിട്ടാണ് വരുന്നത്. അപ്പം പെട്ടെന്ന് നികേഷ് ഇറങ്ങി ചെന്നിട്ട് പറയുകയാണ്, സുധീഷയുടെ ഇത്രയും എന്നെ പറ്റി താമസിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്താണ് നീ കാര്യം, ആരോ ഗസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് നീ മൊത്തം കാര്യം പറഞ്ഞ് ആരാ വന്നതെന്ന് ചോദിക്കുകയാണ്. ചേട്ടാ അങ്ങനെയൊക്കെ ഫുള്ള് കാര്യം പറഞ്ഞു ഞാൻ എൻ്റെ സസ്പെൻസ് അങ്ങ് പോയല്ലേ. ചേട്ടൻ വന്ന് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ത്രില്ലുണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയാമോ. ഈ സമയത്ത് ആരാണ് വന്നതെന്ന് ചോദിക്കാം, വന്ന് കാണാൻ പറയാം. അപ്പോൾ പെട്ടെന്ന് ചോദിക്കുക, സുനന്ദ വല്ലതും വന്നോ എന്ന് ഒരു സംശയം പ്രകടിപ്പിക്കുകയാണോ. സുനന്ദയൊന്നുമല്ല, വന്ന് നോക്കാൻ പറയുകയും അങ്ങനെ അകത്തേക്ക് സുധീഷ് കയറി വരുമ്പം അവിടെ നിലത്തിരുന്ന് ആഹാരം കഴിക്കുവാൻ ഒരുങ്ങുന്ന രാജീവിനെ കാണുകയും ചെയ്യുമ്പോൾ ഞെട്ടുകയാണോ. അപ്പം മുൻപ് കണ്ടപ്പോൾ ഒരു വെല്ലുവിളി നടത്തിയിരുന്ന ഒരു രാജീവ് ഒരാഴ്ചക്കുള്ളിൽ നിധിയെ നിൻ്റെ കൂടെ നിന്ന് പിരിച്ച് അല്ലെങ്കിൽ നിന്നിൽ നിന്ന് അകറ്റിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകുമെന്നൊരു ഭീഷണി മുഴക്കി. അത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് സുധീഷ് മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡ്. അങ്ങനെ സുധീഷ് അന്തം വിട്ട് നിൽക്കുമ്പോൾ സുധീഷിനെ വിളിക്കുക കേട്ടോ രാജീവൻ. വന്നോ, കയറി ആഹാരം കഴിക്കാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ സുധീഷ് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. ആ സമയത്ത് പെട്ടെന്ന് സുഭാഷും വിളിക്കുകയാണ്, എടാ നിധിയുടെ അച്ഛൻ വന്ന് നീ കണ്ടില്ലേ, പെട്ടെന്ന് വരാൻ പറയാം, ഒന്ന് ആഹാരം ഒരുമിച്ച് ഇന്ന് കഴിക്കാം എന്ന് പറയാം. അപ്പം ഒരു വലിയൊരു ഭയത്തോടു കൂടി മുൻപോട്ട് നീങ്ങുന്ന സുധീഷിനെയൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ നിധിയും എന്ന് പറയാണ്, പോയി കൈ കഴിച്ചിട്ട് വാ നമുക്ക് ആഹാരം ഒരുമിച്ച് ഇന്ന് കഴിക്കാം എന്ന് പറയുന്നു. അങ്ങനെ സുധീഷ് മനസ്സിലാ മനസ്സോടുകൂടി ആഹാരം കഴിക്കാൻ വേണ്ടി കൈ കഴുകാൻ പോവാം. അപ്പോൾ തൊട്ട് പറയും ഹരീഷ്
ഹരീഷും വരുന്നുണ്ട്. ഹരീഷിനോട് പറയാം, എടാ അയാൾ വന്നിരിക്കുന്നത്, നിധിയുടെ അച്ഛനും വന്നിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, അയാൾ എന്നോട് വെല്ലുവിളിച്ചിരുന്നു, ഒരാഴ്ചക്കകം നിധിയെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമെന്നൊരു പന്തായം വെച്ചിരുന്നു, അല്ലെങ്കിൽ ഒരു എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണോ എന്നെനിക്കൊരു തോന്നൽ, അതിനുവേണ്ടി ആയിരിക്കാൻ സാധ്യതയുണ്ട് വന്നത് എന്ന് പറയുകയാണ്. അപ്പം ഹരീഷൻ പറയുക, ശരിയാ ഏട്ടാ, എന്തോ അദ്ദേഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു തീരുമാനമുണ്ട്. അത് ചിലപ്പം നിധിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന്, ഏട്ടത്തിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ പരസ്പരം പറയുന്നു. പെട്ടെന്ന് കൈ കഴുകിയിട്ട് ആഹാരം കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം ഈ സമയത്തെല്ലാം സുധീഷിൻ്റെ നോട്ടം രാജീവൻ്റെ മുഖത്തേക്ക്. അപ്പോൾ രാജീവൻ ഒരു 90% തൻ്റെ കാര്യങ്ങൾ, സുധീഷിനോട് പറഞ്ഞ കാര്യങ്ങൾ നേടിയതിൻ്റെ ഒരു സന്തോഷം പ്രകടമാക്കുന്നുണ്ട് സുധീഷിനോട്. അതിനോടൊപ്പം കളിയാക്കിയുള്ള ഒരു പുഞ്ചിരിയും സുധീഷിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, ഒരുപാട് അലട്ടുന്നുണ്ട്, ടെൻഷൻ അടിപ്പിക്കുക കേട്ടോ. ഈ സമയത്ത് രാജീവൻ പറയാണ്, ആഹാരം കഴിക്കാൻ പറയാട്ടോ. അപ്പം സുഭാഷ പറയാ, സാറിനെ കണ്ടുകൊണ്ട് പെട്ടെന്ന് അവൻ അപ്സെറ്റായിപ്പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് ചമ്മലായിപ്പോയി, അതുകൊണ്ടാണ് എന്ന് പറയാട്ടോ. എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ലല്ലോ, അതുകൊണ്ടാണ്, സാരമില്ല എന്നും പറഞ്ഞ് നമ്മുടെ സുധീഷിനെ സുധീഷിനോട് എന്തോ കുത്തുവാക്ക് പറഞ്ഞ് നടത്തുന്ന ചില ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.